പ്രിയപ്പെട്ടവരെ, നമസ്കാരം. അരിയും തിന്നു ആശാരിച്ചിയെയും കടിച്ചു, എന്നിട്ടും നായിക്ക് മുറുമുറുപ്പ്. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ സതീശൻ സംഘത്തിന്റെ അവസ്ഥ. വീണ ജോർജിനെതിരെ ഇന്നലെ നടന്ന കടന്നാക്രമണത്തിന് അവർ നിരത്തുന്ന ന്യായവാദങ്ങൾ കേരളീയ പൊതുസമൂഹം അതർഹിക്കുന്ന അവജ്ഞയോടെ പുച്ഛിച്ച് തള്ളുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിന്റെ പൊതു ആരോഗ്യ രംഗം ഒന്നാകെ ഭയങ്കരമായ സ്വർഗതുല്യമായി എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇവിടെ സംഭവിച്ച വിപ്ലവകരമായ മാറ്റങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു മലയാളിക്കും കഴിയില്ല. കാരണം ഓരോ ഗ്രാമാന്തരങ്ങളിലും നവീകരിക്കപ്പെട്ട പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങൾ, താലൂക്ക് ആസ്പത്രികളിൽ ഉണ്ടായ നവീകരണം, ജില്ലാ ആസ്പത്രികളിൽ, അതുപോലെ മെഡിക്കൽ കോളേജുകൾ, എല്ലാം പരിപൂർണമായും സുസജ്ജമായി കേരളത്തിലെ ജനതയെ, അവരുടെ ആരോഗ്യ പരിപാലനത്തെ ഏറ്റവും ഉയർന്ന രീതിയിൽ കാത്തു സംരക്ഷിക്കാൻ പര്യാപ്തമായി എന്നൊന്നും പറയുന്നില്ല. എങ്കിലും ഉണ്ടാക്കിയ മാറ്റങ്ങൾ, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷത്തിന് മുൻപുള്ള വർഷങ്ങളുമായി താരതമ്യം ചെയ്താൽ മാത്രം മതി. ഒരു ചെറിയ ഉദാഹരണം പറയാം. 25 ലക്ഷം രോഗികളാണ് ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ചികിത്സ തേടി താലൂക്ക് ആസ്പത്രികളിലും ജില്ലാ ആസ്പത്രികളിലും മെഡിക്കൽ കോളേജുകളിലും എത്തിയത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ കണക്കുകളല്ല. അപ്പോ ഇങ്ങനെ ചികിത്സ തേടി എത്തിയ ഈ 25 ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരായ മലയാളികൾ സ്വകാര്യ കോർപ്പറേറ്റ് ആസ്പത്രികളിലാണ് ചെന്നിരുന്നതെങ്കിൽ 8500 കോടിയോളം രൂപ ചികിത്സാ ഫീസ് ഇനത്തിൽ മാത്രം ആർക്ക് കിട്ടുമായിരുന്നു? സ്വകാര്യ ആസ്പത്രികൾക്ക് കിട്ടുമായിരുന്നു. അത് ഇല്ലാതായതിന്റെ പ്രശ്നം അതിരൂക്ഷമാം വിധം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തെന്നല്ലേ? KKR, ബ്ലാക്ക് സ്റ്റോൺ പോലുള്ള ഫെസിലിറ്റി മാനേജ്മെന്റ് കമ്പനികൾ, ലോകത്തിലെ ഏറ്റവും വലിയ അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള മൾട്ടിനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ജയൻസ് കോർപ്പറേഷൻസ്, അവർ കേരളത്തിന്റെ ആസ്പത്രി മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ പിടിമുറുക്കി കഴിഞ്ഞു. കിൻഡർ പോലുള്ള ആസ്പത്രികൾ, നമ്മുടെ അസ്റ്റർ മെഡിസിറ്റി പോലുള്ള, ഇതെല്ലാം അവരുടെ കയ്യിലാണ്. ഇപ്പോൾ അവരുടെ ആധിപത്യത്തിലാണ്, അവരുടെ സാമ്പത്തിക ആധിപത്യത്തിന് കീഴിലായി കഴിഞ്ഞു. ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ആത്യന്തികമായി ഇത് ആർക്കാണ്? ഈ കേരളത്തിന്റെ പൊതു ആരോഗ്യ സംരക്ഷണ മേഖല, ഗവൺമെന്റ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ആസ്പത്രി സംവിധാനങ്ങൾ തകർന്നാൽ ആർക്കാണ് ആത്യന്തികമായിട്ടുള്ള ഗുണം? അത് ചിന്തിച്ചാൽ മതി. വീണ ജോർജിന്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ സംഭവിച്ചത്, RCCയിൽ പുതിയ ക്യാൻസർ റിസർച്ച് വിഭാഗം ഉണ്ടാവുന്നു. കൊച്ചിയിൽ പുതിയ ക്യാൻസർ റിസർച്ച് സെന്റർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. കോഴിക്കോട് അവയവ മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു പുതിയ പടുകൂറ്റൻ പൊതുമേഖല ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള കേരള ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പിന് കീഴിൽ ഒരു സംവിധാനം സുസജ്ജമായി വരുന്നു. ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നം. അപ്പോൾ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ആക്രമണത്തെ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ആക്രമണം ചെറുത്തേ പറ്റൂ. അത് കേരളത്തിന്റെ ആരോഗ്യ രംഗം സുരക്ഷിതമായി നിലനിൽക്കാൻ അത്യന്താപേക്ഷിതമാണ്. ലാൽ സലാം.